വനിതാ 2020 ലോകകപ്പിൽ പാകിസ്ഥാനെ 64 റൺസിന് തകർത്ത് ഇന്ത്യ. 171 റൺസ് പിന്തുടർന്ന പാകിസ്ഥാൻ 106-ന് പുറത്തായി. 5 വിക്കറ്റുമായി തിളങ്ങി ദീപ്തി ശർമ്മ. ഖിലാഫ് അഹമ്മദ് തന്നെ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഖിലാഫ്, എന്തൊക്കെ കളിയിലെ വിശദാംശങ്ങൾ? ആനന്ദ്, നമുക്കറിയാവുന്നത് പോലെ തന്നെ ഒരു ക്ലാസിക് പോരാട്ടമാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. അതിൽ പാകിസ്ഥാനെ 64 റൺസിനാണ് ഇന്ത്യ തകർത്തുകൊണ്ട് ഒരു ആദ്യ ജയം 2020 വനിതാ ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ തന്നെ ജയം സ്വന്തമാക്കിയിരിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇന്ത്യക്ക് നിർണായകമായത് ദീപ്തി ശർമ്മയുടെ പ്രകടനമാണ്. താരത്തിന്റെ 5 വിക്കറ്റ് പ്രകടനമാണ് ഇന്ത്യക്ക് അനായാസ ജയം സമ്മാനിച്ചത്. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യക്കായി സ്മൃതി മന്ദാനയുടെ വെടിക്കെട്ട അർദ്ധ സെഞ്ചുറി ഒരു മിനിമം സ്കോറിലേക്ക് 170 എന്ന സ്കോറിലേക്ക് ഇന്ത്യയെ എത്തിക്കുകയായിരുന്നു. പിന്നീട് ഹർമൻപ്രീത് കൗർ 36 റൺസും ഋച്ച ഘോഷ് 34 റൺസും എടുത്തു. ഒപ്പം പിന്നീട് ദീപ്തി ശർമ്മയുടെ അവസാന ഓവറുകളിലെ പ്രകടനവും നമ്മൾ എടുത്തു പറയണം. 12 റൺസാണ് താരം എടുത്തു കൂട്ടിയത്. ഒപ്പം ഋച്ച ഘോഷ് അവസാന ഓവറുകളിൽ തകർത്തടിച്ചതോടെ ഇന്ത്യ 170 എന്ന ഒരു സ്കോറിലേക്ക് എത്തുകയായിരുന്നു. മറുപടി ബാറ്റിംഗിന് എത്തിയ പാകിസ്ഥാനെ തുടക്കം മുതൽ ഇന്ത്യ വിറപ്പിക്കുകയായിരുന്നു. 38 റൺസ് എടുക്കുന്നതിന് ഗുൾ ഫെറോസയെ ദീപ്തി ശർമ്മ തന്നെ മടക്കുകയായിരുന്നു. പിന്നീട് തൊട്ട് പിന്നാലെ തന്നെ മുനീബ അലി അടക്കമുള്ള താരങ്ങൾ പുറത്താവുകയായിരുന്നു. ഈ മത്സരത്തിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഇരു ടീമിന്റെ താരങ്ങളും പരസ്പരം കൈ കൊടുത്തില്ല എന്നതാണ് ഏറ്റവും വലിയ കാര്യം. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ ഒരു സംഘർഷത്തിന് ശേഷം ഇന്ത്യയും അതേപോലെ തന്നെ പാകിസ്ഥാനും വിവിധ ടൂർണമെന്റുകളിൽ ഏറ്റുമുട്ടിയിട്ടുണ്ടെങ്കിലും അപ്പോഴൊന്നും കളികൾ കൈ കൊടുത്തിട്ടില്ല. അതേ അവസ്ഥ തന്നെയാണ് ഇപ്രാവശ്യവും നടന്നത്. ഒപ്പം നമ്മൾ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് 5 വിക്കറ്റ് വീഴ്ത്തിയ ദീപ്തി ശർമ്മയാണ് കളിയിലെ താരമായി മാറിയിരിക്കുന്നത്. ശരി ഖിലാഫ്, വ്യക്തമാണ്.